ഇന്ന് 7ാം സ്റ്റാൻഡേർഡിലെ 4ാമത്തെ യൂണിറ്റ് ഇന്ത്യ ടുവാർഡ്സ് എ ന്യൂ എറ അതിൻ്റെ 6th പാർട്ട് വീഡിയോ ആണ്. ഇതിൻ്റെ അകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് പാർട്ടീഷൻ ഓഫ് ബംഗാൾ, then factors, what are the factors that led the British to divide Bengal, then how did the people of Bengal protest against the partitions, ഇതൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണുക. കണ്ട് നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്കരികിൽ എത്തുന്നതാണ്. മാത്രമല്ല നമ്മുടെ വിക്ടേഴ്സ് ചാനലിൽ സംപ്രേഷണം ചെയ്യുന്ന ഓൺലൈൻ ക്ലാസ്സുകളുടെ ടൈം ടേബിൾ ഞാൻ ഈ ചാനൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ പാർട്ട് 5 വരെയുള്ള വീഡിയോസിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർക്ക് അവിടെ നിന്ന് കാണാവുന്നതാണ്. താങ്ക് യു. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് പാർട്ടീഷൻ ഓഫ് ബംഗാൾ, ബംഗാൾ വിഭജനം. ദ സീറ്റ് ഓഫ് ദി ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇൻ ഇന്ത്യ വാസ് ബംഗാൾ. ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ഇന്ത്യയിലെ ആസ്ഥാനം എന്ന് പറയുന്നത് ബംഗാളായിരുന്നു. പീപ്പിൾ ഓഫ് ബംഗാൾ ഹാഡ് ബീൻ ലിവിങ് ലൈക്ക് ബ്രദേഴ്സ്. ബംഗാളിലെ ജനങ്ങൾ എങ്ങനെയായിരുന്നു താമസിച്ചിരുന്നത്? സഹോദരങ്ങളെപ്പോലെയായിരുന്നു. ദേ ഹാഡ് ബീൻ ക്യാരിയിങ് ഔട്ട് വേരിയസ് ആക്ടിവിറ്റീസ് അഗൈൻസ്റ്റ് ദ പോളിസീസ് ഓഫ് ദി ബ്രിട്ടീഷ് ഗവൺമെൻറ്. ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ പോളിസി എന്ന് വെച്ചാൽ നയങ്ങൾക്കെതിരായി ഒരുപാട് പ്രവർത്തനങ്ങൾ ഈ ബംഗാളിലെ ജനങ്ങൾ ചെയ്തിരുന്നു. In 1904, the Secretary of Home Affairs Risley observed, Bengal united is power. Bengal divided will pull several different ways. One of our main objectives is to split up and thereby weaken a solid body of opponents to our rule. അതായത് ഹോം അഫെയർസ് സെക്രട്ടറി ആയിരുന്ന, ആഭ്യന്തരകാര്യ സെക്രട്ടറി ആയിരുന്ന റിസ്ലി, നമ്മുടെ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ആഭ്യന്തരകാര്യ സെക്രട്ടറി ആയിരുന്ന റിസ്ലി 1904 ഇങ്ങനെ അഭിപ്രായപ്പെട്ടു. എന്താണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത്? ബംഗാൾ യുണൈറ്റഡ് ഈസ് പവർ. ഒരുമിച്ച് നിൽക്കുന്ന അല്ലെങ്കിൽ ഒരുമിച്ച് നിൽക്കുന്ന ബംഗാൾ ഒരു ശക്തിയാണ്. എന്നാൽ ബംഗാൾ വിഭജിച്ചാൽ അതിൻ്റെ ശക്തി കുറയും. മാത്രമല്ല നമ്മുടെ ഭരണത്തെ, അതായത് ബ്രിട്ടീഷുകാരുടെ ഭരണത്തെ എതിർക്കുന്നവരുടെ ശക്തി കുറയും എന്നാണ്. ഈ ബംഗാൾ വിഭജനം മൂലം അവരുടെ ശക്തി കുറയും എന്നാണ് ആരഭിപ്രായപ്പെട്ടത്? ഹോം അഫെയർസ് സെക്രട്ടറി ആയിരുന്ന റിസ്ലി 1904 അഭിപ്രായപ്പെട്ടത്. നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് ദ ബ്രിട്ടീഷ് ഒഫീഷ്യൽസ് ട്രീറ്റഡ് ബംഗാൾ ആസ് എ ഗ്രോയിങ് പവർ അഗൈൻസ്റ്റ് ദ ബ്രിട്ടീഷ് റൂൾ. ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ കരുതിയിരുന്നത് ബംഗാൾ എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഭരണത്തെ എതിർക്കുന്ന ഒരു വളർന്നു വരുന്ന ഒരു ശക്തിയായിട്ടാണ് ബംഗാളിനെ കരുതിയിരുന്നത്. ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ ബംഗാളിനെ ബ്രിട്ടീഷ് ഭരണത്തെ എതിർക്കുന്ന ഒരു വളർന്നു വരുന്ന ശക്തിയായിട്ടാണ് കരുതിയിരുന്നത്. ഇൻ ദിസ് ബാക്ക്ഗ്രൗണ്ട് ദ വൈസ്രോയി ലോർഡ് കഴ്സൺ ഡിവൈഡഡ് ബംഗാൾ ഇൻ 1905. ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യത്തിലാണ് ബംഗാൾ വൈസ്രോയി ആയിരുന്ന ലോർഡ് കഴ്സൺ പ്രഭു ബംഗാളിനെ 1905 ഡിവൈഡ് ചെയ്തത്. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. വാട്ട് വർ ദ ഫാക്ടേഴ്സ് that led the British to divide Bengal. ഏതൊക്കെ ഘടകങ്ങളാണ് ബ്രിട്ടീഷുകാരെ ബംഗാൾ വിഭജനത്തിലേക്ക് നയിച്ചത് എന്നത് നമുക്ക് ഇനി ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ നോക്കാം. ക്വസ്റ്റ്യൻ കണ്ടല്ലോ. വാട്ട് വർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ലെഡ് ദ ബ്രിട്ടീഷ് ടു ഡിവൈഡ് ബംഗാൾ? ഫസ്റ്റ് സെൻറ്റൻസ്, പീപ്പിൾ ഓഫ് ബംഗാൾ ഹാഡ് ബീൻ ലിവിങ് ലൈക്ക് ബ്രദേഴ്സ്. ബംഗാളിലെ ജനങ്ങൾ ബ്രദേഴ്സിനെ പോലെയാണ് ജീവിച്ചിരുന്നത്. പീപ്പിൾ ഓഫ് ബംഗാൾ, ബംഗാളിലെ ജനങ്ങൾ ഹാഡ് ബീൻ ലിവിങ് ലൈക്ക് ബ്രദേഴ്സ്, സഹോദരന്മാരെ പോലെയാണ് ജീവിച്ചിരുന്നത്. രണ്ടാമത്തെ സെൻറ്റൻസ്, ദേ ഹാഡ് ബീൻ ക്യാരിയിങ് ഔട്ട് വേരിയസ് ആക്ടിവിറ്റീസ് അഗൈൻസ്റ്റ് ദ പോളിസീസ് ഓഫ് ദി ബ്രിട്ടീഷ് ഗവൺമെൻറ്. ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ പോളിസികൾക്ക് അല്ലെങ്കിൽ നയങ്ങൾക്ക് എതിരായിട്ട്, എഗൈൻസ്റ്റ് ദ പോളിസീസ്, നയങ്ങൾക്ക് എതിരായിട്ട്, ആരുടെ? ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ പോളിസീസിന് എതിരായിട്ട് ദേ ഹാഡ് ബീൻ ക്യാരിയിങ് ഔട്ട് വേരിയസ് ആക്ടിവിറ്റീസ്. അവർ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തിരുന്നു. വേരിയസ് ആക്ടിവിറ്റീസ്, ഒരുപാട് പ്രവർത്തനങ്ങൾ, വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾ ചെയ്തിരുന്നു. ദേ ഹാഡ് ബീൻ എന്ന് പറയുമ്പോൾ നമ്മുടെ പീപ്പിൾ ഓഫ് ബംഗാളിലെ ജനങ്ങൾ. അടുത്ത സെൻറ്റൻസ്, ദ ബ്രിട്ടീഷ് ഒഫീഷ്യൽസ് ട്രീറ്റഡ് ബംഗാൾ ആസ് എ ഗ്രോയിങ് പവർ അഗൈൻസ്റ്റ് ദ ബ്രിട്ടീഷ് റൂൾ. ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ കരുതിയിരുന്നത് എന്താണ്? ബംഗാൾ എന്ന് പറയുന്നത് ആസ് എ ഗ്രോയിങ് പവർ അഗൈൻസ്റ്റ് ദ ബ്രിട്ടീഷ് റൂൾ. ബ്രിട്ടീഷ് ഭരണത്തിനെതിരായിട്ട് വളർന്നു വരുന്ന ഒരു ശക്തിയായിട്ടാണ് ബ്രിട്ടീഷുകാർ ആരെ കരുതിയിരുന്നത്? ബംഗാളിനെ കരുതിയിരുന്നത്. അതാണ് പറഞ്ഞിട്ടുള്ള സെൻറ്റൻസ്. എന്താണ്? British officials
ട്രീറ്റഡ് ബംഗാൾ ആസ് എ ഗ്രോയിങ് പവർ അഗൈൻസ്റ്റ് ദ ബ്രിട്ടീഷ് റൂൾ. ബ്രിട്ടീഷ് ഭരണത്തിന് അല്ലെങ്കിൽ ബ്രിട്ടീഷ് റൂളിന് എതിരായിട്ടുള്ള ഒരു വളർന്നു വരുന്ന ശക്തിയായിട്ടാണ് ബംഗാളിനെ ബ്രിട്ടീഷുകാർ അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഒഫീഷ്യൽസ്, ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ കരുതിയിരുന്നത്. നെക്സ്റ്റ്, സോ ബ്രിട്ടീഷ് ബിലീവ് ദാറ്റ് ഇഫ് ബംഗാൾ ഡിവൈഡഡ്, അതുകൊണ്ട് ബ്രിട്ടീഷ് എന്താണ് വിശ്വസിച്ചിരുന്നത്? ഇഫ് ബംഗാൾ ഡിവൈഡഡ്, ബംഗാൾ വിഭജിച്ചാൽ ഇറ്റ് വിൽ വീക്കൺ ദ ഒപ്പണൻസ് ഓഫ് ബ്രിട്ടീഷ് റൂൾ. ഇത് ബ്രിട്ടീഷ് റൂളിൻ്റെ എതിരാളികളെ, ഒപ്പണൻസ് ഓഫ് ബ്രിട്ടീഷ് റൂൾ, ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ എതിരാളികളെ വീക്കൺ എന്ന് വെച്ചാൽ ദുർബലപ്പെടുത്തും എന്ന് ബ്രിട്ടീഷുകാർ വിശ്വസിച്ചു. ഇത്രയാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ട് വരുന്നത്. ഒന്നും കൂടെ പറയാം. ദ പീപ്പിൾ ഓഫ് ബംഗാൾ ഹാഡ് ബീൻ ലിവിങ് ലൈക്ക് ബ്രദേഴ്സ്. ബംഗാളിലെ ജനങ്ങൾ ബ്രദേഴ്സിനെ പോലെയാണ് ജീവിച്ചിരുന്നത്. ദേ ഹാഡ് ബീൻ ക്യാരിയിങ് ഔട്ട് വേരിയസ് ആക്ടിവിറ്റീസ് അഗൈൻസ്റ്റ് ദ പോളിസീസ് ഓഫ് ദി ബ്രിട്ടീഷ് ഗവൺമെൻറ്. ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾക്കെതിരായിട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ അവർ ചെയ്തിരുന്നു. അടുത്ത സെൻറ്റൻസ് പറയുന്നത്, ദ ബ്രിട്ടീഷ് ഒഫീഷ്യൽസ് ട്രീറ്റഡ് ബംഗാൾ ആസ് എ ഗ്രോയിങ് പവർ അഗൈൻസ്റ്റ് ദ ബ്രിട്ടീഷ് റൂൾ. ബ്രിട്ടീഷ് ഭരണത്തിന് എതിരായിട്ടുള്ള ഒരു വളർന്നു വരുന്ന ശക്തിയായിട്ടാണ് ബംഗാളിനെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ കരുതിയിരുന്നത്. സോ ബ്രിട്ടീഷ് ബിലീവ്ഡ് ദാറ്റ് ഇഫ് ബംഗാൾ ഡിവൈഡഡ്, അതുകൊണ്ട് ബ്രിട്ടീഷുകാർ വിശ്വസിച്ചിരുന്നു ബംഗാളിനെ ഡിവൈഡ് ചെയ്താൽ ഇറ്റ് വിൽ വീക്കൺ ദ ഓപ്പണൻസ് ഓഫ് ബ്രിട്ടീഷ് റൂൾ. അത് ബ്രിട്ടീഷ് റൂളിൻ്റെ എതിരാളികളെ വീക്കൺ ചെയ്യും, ദുർബലപ്പെടുത്തും എന്ന് ബ്രിട്ടീഷുകാർ വിശ്വസിച്ചു. ഇത്രയാണ് അതിൻ്റെ അകത്ത് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് നാഷണൽ, ഇവിടെ മാപ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ദ മാപ്പ് ഓഫ് ഡിവൈഡഡ് ബംഗാൾ ഇൻ 1905, 1905 ബംഗാൾ ഡിവൈഡ് ചെയ്തില്ലേ, എൻ്റെ ഒരു മാപ്പാണ് കൊടുത്തിട്ടുള്ളത്. അത് അവിടെ ഒരു വര വരച്ചിട്ടുണ്ട് കണ്ടോ, അതാണ് ബംഗാൾ ഡിവൈഡ് ചെയ്തിട്ടുള്ള പോർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നാഷണൽ ഡെയിലീസ്, പോയറ്റ്സ് ആൻഡ് സോഷ്യൽ ലീഡേഴ്സ് സ്ട്രോങ്ലി ഒപ്പോസ് ദ പാർട്ടീഷൻ. ഈ പാർട്ടീഷനെ അല്ലെങ്കിൽ ഈ വിഭജനത്തെ ദേശീയ പത്രങ്ങളും കവികളും പിന്നെ സോഷ്യൽ ലീഡേഴ്സും ഒക്കെ വളരെ ശക്തമായിട്ട് തന്നെ എതിർത്തു. The great poet Rabindranath Tagore made his stand on the partition explicit. അതായത് മഹാകവിയായ രവീന്ദ്രനാഥ ടാഗോർ ഈ പാർട്ടീഷനെക്കുറിച്ച്, അതായത് ബംഗാൾ വിഭജനത്തിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ സ്റ്റാൻഡ്, അദ്ദേഹത്തിൻ്റെ നിലപാട് വ്യക്തമാക്കി. എങ്ങനെയാണ് എക്സ്പ്ലിസിറ്റ് എന്ന് വെച്ചാൽ വ്യക്തമാക്കുക. എങ്ങനെയാണ് വ്യക്തമാക്കിയത്? ഹി സ്റ്റേറ്റഡ്, അദ്ദേഹം പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ദ ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് ബംഗാൾ ആർ ദ ടു ചേംബേഴ്സ് ഓഫ് ദി സെയിം ഹാർട്ട്. ഒരേ ഹൃദയത്തിൻ്റെ രണ്ട് അറകളാണ് ഈസ്റ്റ് ബംഗാളും വെസ്റ്റ് ബംഗാളും. ചേംബേഴ്സ് എന്ന് വെച്ചാൽ അറകൾ, രണ്ട് അറകളാണ് ഈസ്റ്റ് ബംഗാളും വെസ്റ്റ് ബംഗാളും എന്ന് പറയുന്നത്. വിച്ച് ഈസ് മെയ്ഡ് ഫെർട്ടൈൽ ബൈ ദ ഗംഗ ആൻഡ് ബ്രഹ്മപുത്ര. ഇതിനെ ഫെർട്ടൈൽ, ബലഭൂയിഷ്ടമാക്കുന്നത് ആരൊക്കെയാണ്? ഗംഗയും ബ്രഹ്മപുത്രയുമാണ്. ഇറ്റ് ഈസ് ദ വാം ബ്ലഡ് ഒറിജിനേറ്റിംഗ് ഫ്രം ദീസ് വെസൽസ്. ഈ വെസൽസിൽ നിന്ന് അല്ലെങ്കിൽ ഈ വെസൽസിൽ നിന്ന് ഒഴുകുന്ന അല്ലെങ്കിൽ ഒറിജിനേറ്റ് ചെയ്യുന്ന വാം ബ്ലഡ്, ചൂട് രക്തമാണ്, ദാറ്റ് ഫ്ലോസ് ത്രൂ ദ ആർട്ടറീസ് ഓഫ് ദി ബംഗാളീസ്. ബംഗാളികളുടെ ആർട്ടറീസിൽ കൂടി, സിരകളിൽ കൂടി ഒഴുകുന്നത് എന്നാണ് രവീന്ദ്രനാഥ ടാഗോർ അഭിപ്രായപ്പെട്ടത്. നെക്സ്റ്റ്, ബംഗാൾ ബേൺസ്. ബംഗാൾ കത്തിജ്വലിക്കുന്നു. ദ അജിറ്റേഷൻസ് അഗൈൻസ്റ്റ് ദ പാർട്ടീഷൻ സ്റ്റേർഡ് ബംഗാൾ. എജിറ്റേഷൻസ്, എന്താണ് എജിറ്റേഷൻസ് വെച്ചാൽ പ്രതിഷേധ സമരങ്ങൾ അല്ലെങ്കിൽ സമരങ്ങൾ. അഗൈൻസ്റ്റ് ദ പാർട്ടീഷൻ, പാർട്ടീഷനെതിരായിട്ടുള്ള സമരങ്ങൾ അല്ലെങ്കിൽ വിഭജനത്തിനെതിരായിട്ടുള്ള സമരങ്ങൾ. സ്റ്റേർഡ് ബംഗാൾ, ബംഗാളിനെ ഇളക്കി മറിച്ചു. സ്റ്റേർഡ് എന്ന് വെച്ചാൽ ഇളക്കി മറിക്കുക, ഇളക്കി മറിച്ചു. ഹൗ ഡിഡ് ദ പീപ്പിൾ ഓഫ് ബംഗാൾ പ്രൊട്ടസ്റ്റ് അഗൈൻസ്റ്റ് ദ പാർട്ടീഷൻ. എങ്ങനെയാണ് ബംഗാളിലെ ജനങ്ങൾ ഈ പാർട്ടീഷനെതിരായിട്ട് പ്രതിഷേധിച്ചത്? എങ്ങനെയാണ് ഈ പാർട്ടീഷനെതിരായിട്ട് ബംഗാളിലെ ജനങ്ങൾ എങ്ങനെയാണ് പ്രതിഷേധിച്ചത്? ഒന്നാമത് അതാണ് ഈ താഴെ പറഞ്ഞിട്ടുള്ളത്. ഓർഗനൈസ്ഡ് പ്രൊട്ടസ്റ്റ് മീറ്റിംഗ്സ്, ഓർഗനൈസ് ചെയ്ത പ്രതിഷേധ സമരങ്ങളിലൂടെയും. പിക്കറ്റഡ് ഷോപ്സ് ദാറ്റ് സോൾഡ് ഫോറിൻ ഗുഡ്സ്, ഫോറിൻ ഗുഡ്സ് വിൽക്കുന്ന കടകളെ പിക്കറ്റ് ചെയ്ത്. പിന്നെ ബേൺഡ് ഫോറിൻ ക്ലോത്ത്സ്, ഫോറിൻ ക്ലോത്ത്സിനെ ബേൺ ചെയ്തു, വിദേശ വസ്ത്രങ്ങളെ ബേൺ ചെയ്തു, കത്തിച്ചു കളഞ്ഞു. പ്രൊമോട്ടഡ് ദ യൂസ് ഓഫ് ഇന്ത്യൻ പ്രോഡക്ട്സ്, ഇന്ത്യൻ പ്രോഡക്ട്സിനെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ പ്രോത്സാഹിപ്പിച്ചു, അല്ലേ? ഇന്ത്യൻ പ്രോഡക്ട്സ് യൂസ് ചെയ്യാൻ വേണ്ടി പ്രോത്സാഹിപ്പിച്ചു. ദെൻ ഓർഗനൈസ്ഡ് മാർച്ചസ് ആൻഡ് പബ്ലിക് മീറ്റിംഗ്സ് അഗൈൻസ്റ്റ് ദ ബ്രിട്ടീഷ്. ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള മാർച്ചസും പിന്നെ പബ്ലിക് മീറ്റിംഗ്സും, പൊതു മീറ്റിങ്ങും ഒക്കെ കൂടി. അങ്ങനെയൊക്കെയാണ് ബ്രിട്ടീഷുകാരുടെ ബംഗാൾ പാർട്ടീഷനെതിരായിട്ട് പീപ്പിൾ ഓഫ് ബംഗാൾ, ബംഗാളിലെ ജനങ്ങൾ പ്രൊട്ടസ്റ്റ് ചെയ്തത് അല്ലെങ്കിൽ പ്രതിഷേധ സമരം നടത്തിയത്. എങ്ങനെയൊക്കെയാണ്? ഓർഗനൈസ്ഡ് പ്രൊട്ടസ്റ്റ് മീറ്റിംഗ്, വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള പ്രതിഷേധ സമരങ്ങൾ, പ്രതിഷേധ
മീറ്റിംഗ് അല്ലെങ്കിൽ കൂട്ടായ്മ. പിക്കറ്റഡ് ഷോപ്സ് ദാറ്റ് സോൾഡ് ഫോറിൻ ഗുഡ്സ് ഒക്കെ വിൽക്കുന്ന ഷോപ്സൊക്കെ പിക്കറ്റ് ചെയ്യുക. ബേൺഡ് ഫോറിൻ ക്ലോത്ത്സ് ബേൺ ചെയ്യുക. പ്രൊമോട്ടഡ് ദ യൂസ് ഓഫ് ഇന്ത്യൻ പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊമോട്ട് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. ഓർഗനൈസ്ഡ് മാർച്ചസ് ആൻഡ് പബ്ലിക് മീറ്റിംഗ്സ് എഗൈൻസ്റ്റ് ദ ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള മാർച്ചും പിന്നെ പബ്ലിക് മീറ്റിങ്ങും ഒക്കെ കൂടുക. ഇങ്ങനെയൊക്കെയാണ് ബ്രിട്ടീഷുകാർക്കെതിരെ ബംഗാളിലെ ജനങ്ങൾ ഈ പാർട്ടീഷനെതിരെ പ്രതികരിച്ചത്. അടുത്തത് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ബാൻ ഓൺ ഷുഗർ. ബോയ്ക്കോട്ട് ഫോറിൻ ഗുഡ്സ് ആൻഡ് യൂസ് സ്വദേശി പ്രോഡക്ട്സ് വാസ് ദ മെയിൻ സ്ലോഗൻ ഓഫ് ദി അജിറ്റേഷൻസ് അഗൈൻസ്റ്റ് ദ പാർട്ടീഷൻ ഓഫ് ബംഗാൾ. ബംഗാൾ പാർട്ടീഷൻ്റെ പ്രതിഷേധ സമരങ്ങളുടെ ഒരു മെയിനായിട്ടുള്ള സ്ലോഗൻ എന്തായിരുന്നു? ബോയ്ക്കോട്ട് ഫോറിൻ ഗുഡ്സിനെ ബോയ്ക്കോട്ട് ചെയ്യുക ആൻഡ് യൂസ് സ്വദേശി പ്രോഡക്റ്റ്, എന്നിട്ട് സ്വദേശി പ്രോഡക്ട്സ് യൂസ് ചെയ്യുക. അതായിരുന്നു ഒന്നാമത്തെ അവരുടെ ഒരു സ്ലോഗൻ എന്ന് പറയുന്നത്. ഈ ബംഗാൾ പാർട്ടീഷനെതിരെയായിട്ടുള്ള അജിറ്റേഷൻസിൻ്റെ ഭാഗമായിട്ടുള്ള സ്ലോഗൻ എന്താണ്? ബോയ്ക്കോട്ട് ഫോറിൻ ഗുഡ്സ് ആൻഡ് യൂസ് സ്വദേശി പ്രോഡക്ട്സ്. The people were exhorted to boycott even wedding tea parties where foreign made sugar was used. The nationalists promoted jaggery instead of sugar. ആൾക്കാർ ആഹ്വാനം ചെയ്തു. എക്സോർട്ടഡ് എന്ന് വെച്ചാൽ ആഹ്വാനം ചെയ്യുക അല്ലെങ്കിൽ ഉപദേശിക്കുക എന്നൊക്കെയുള്ള അർത്ഥമാണ്. ടു ബോയ്ക്കോട്ട് ഈവൻ വെഡിങ് ടീ പാർട്ടീസ് വെയർ ഫോറിൻ മെയ്ഡ് ഷുഗർ വാസ് യൂസ്ഡ്. ഫോറിൻ മെയ്ഡ് അല്ലെങ്കിൽ വിദേശ നിർമ്മിത പഞ്ചസാര ഉപയോഗിക്കുന്ന വിവാഹ പാർട്ടികൾ പോലും, വെഡ്ഡിങ് ടീ പാർട്ടി, വിവാഹ ചായ പാർട്ടികൾ പോലും ഉപേക്ഷിക്കാനാണ് ആൾക്കാരുടെ അടുത്ത് ഈ നേതാക്കന്മാർ പറഞ്ഞത്. മാത്രമല്ല ദ നാഷണലിസ്റ്റ് ദേശീയ നേതാക്കൾ എന്താ പറഞ്ഞത്? ജാഗരി ഇൻസ്റ്റെഡ് ഓഫ് ഷുഗറിന് പകരം ശർക്കര ഉപയോഗിക്കാൻ അവർ ആഹ്വാനം ചെയ്തു. അതാ പറഞ്ഞിട്ടുള്ളത്. Considering the intensity of the agitations, the British government was compelled to withdraw the partition. ഈ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ഈ അജിറ്റേഷൻസ്, സമരങ്ങളുടെ ഒരു ഇൻറ്റൻസിറ്റി വളരെയധികം കൂടുതലായിരുന്നു. അങ്ങനെ ആ ഒരു സമയത്ത് ബ്രിട്ടീഷുകാർ എന്തിന് നിർബന്ധിതരായി? ആ പാർട്ടീഷൻ വിത്ഡ്രോ ചെയ്യാൻ അല്ലെങ്കിൽ ബംഗാൾ വിഭജനം റദ്ദാക്കാൻ നിർബന്ധിതരായി ബ്രിട്ടീഷുകാർ. നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് പ്രിപ്പയർ എ ന്യൂസ് ബുള്ളറ്റിൻ ഓൺ ദ പാർട്ടീഷൻ ഓഫ് ബംഗാൾ ആൻഡ് റിലേറ്റഡ് അജിറ്റേഷൻസ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ, ഇൻ വാട്ട് വേസ് ആർ ദ അജിറ്റേഷൻസ് അഗൈൻസ്റ്റ് ദ പാർട്ടീഷൻ ഓഫ് ബംഗാൾ ഡിഫറെൻറ്റ് ഫ്രം പ്രൊട്ടസ്റ്റ് ഓഫ് മോഡറേറ്റ് ഫേസ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെൻ ഡിഡ് ദ പാർട്ടീഷൻ ഓഫ് ബംഗാൾ ടുക്ക് പ്ലേസ്? എന്നാണ് ബംഗാൾ വിഭജനം നടന്നത്? 1905 1905 ബംഗാൾ പാർട്ടീഷൻ നടന്നത്. ഇനി ആരാണ് ബംഗാൾ പാർട്ടീഷൻ നടത്തിയത്? ലോർഡ് കഴ്സൺ. ആ സമയത്ത് വൈസ്രോയി ആയിരുന്ന ലോർഡ് കഴ്സൺ അല്ലെങ്കിൽ കഴ്സൺ പ്രഭുവാണ് ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയി. അല്ലെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡിഡ് ദ പീപ്പിൾ ഓഫ് ബംഗാൾ പ്രൊട്ടസ്റ്റ് അഗൈൻസ്റ്റ് ദ പാർട്ടീഷൻ? പാർട്ടീഷന് അല്ലെങ്കിൽ വിഭജനത്തിന് എതിരായിട്ട് ബംഗാളിലെ ജനങ്ങൾ എങ്ങനെയാണ് പ്രതിഷേധിച്ചത്? വിഭജനത്തിന് എതിരായിട്ട് അല്ലെങ്കിൽ ബംഗാൾ വിഭജനത്തിന് എതിരായിട്ട് പീപ്പിൾ ഓഫ് ബംഗാൾ എന്ന് വെച്ചാൽ ബംഗാളിലെ ജനങ്ങൾ എങ്ങനെയാണ് പ്രൊട്ടസ്റ്റ് ചെയ്തത് അല്ലെങ്കിൽ പ്രതിഷേധിച്ചത്? അവരുടെ പ്രതിഷേധം ഏത് തരത്തിലുള്ളതായിരുന്നു? ഓർഗനൈസ്ഡ് പ്രൊട്ടസ്റ്റ് മീറ്റിംഗ്സ്. അവരെന്തായിരുന്നു? പ്രൊട്ടസ്റ്റ് മീറ്റിംഗ്സ് ഓർഗനൈസ് ചെയ്തു. പ്രൊട്ടസ്റ്റ് മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ പ്രതിഷേധ മീറ്റിങ്ങുകൾ അല്ലേ? പ്രതിഷേധ മീറ്റിംഗ് ഓർഗനൈസ് ചെയ്തു. ഓർഗനൈസ്ഡ് പ്രൊട്ടസ്റ്റ് മീറ്റിംഗ്സ്. നെക്സ്റ്റ്, പിക്കറ്റഡ് ഷോപ്സ് ദാറ്റ് സോൾഡ് ഫോറിൻ ഗുഡ്സ്. ഫോറിൻ ഗുഡ്സ് ഒക്കെ വിൽക്കുന്ന ഷോപ്പുകൾ അല്ലെങ്കിൽ കടകളെയൊക്കെ അവർ പിക്കറ്റ് ചെയ്തു. പിക്കറ്റഡ് ഷോപ്സ്, ഷോപ്പിനെ പിക്കറ്റ് ചെയ്തു. എങ്ങനെയുള്ളത്? ദാറ്റ് സോൾഡ് ഫോറിൻ ഗുഡ്സ്, വിദേശ വസ്തുക്കളൊക്കെ വിൽക്കുന്ന ഷോപ്പിനെയൊക്കെ പിക്കറ്റ് ചെയ്തു. പിക്കറ്റഡ് ഷോപ്സ് ദാറ്റ് സോൾഡ് വിൽക്കുന്ന എന്താണ്? ഫോറിൻ ഗുഡ്സ്, വിദേശ വസ്തുക്കളൊക്കെ വിൽക്കുന്ന ഷോപ്പിനെയൊക്കെ പിക്കറ്റ് ചെയ്തു. പിക്കറ്റഡ് ഷോപ്സ് ദാറ്റ് സോൾഡ് ഫോറിൻ ഗുഡ്സ്. അടുത്തത് ബേൺഡ് ഫോറിൻ ക്ലോത്ത്സ് ഉണ്ടല്ലോ, വിദേശ വസ്ത്രങ്ങളൊക്കെ എടുത്തിട്ട് ബേൺ ചെയ്തു, കത്തിച്ച് കളഞ്ഞു. അടുത്തത് പ്രൊമോട്ടഡ് ദ യൂസ് ഓഫ് ഇന്ത്യൻ പ്രോഡക്ട്സ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോത്സാഹിപ്പിച്ചു. പ്രൊമോട്ടഡ് ദ യൂസ് ഓഫ് ഇന്ത്യൻ പ്രോഡക്ട്സിൻ്റെ പ്രോഡക്ട്സ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊമോട്ട് ചെയ്തു.
പ്രൊമോട്ടഡ് ദ യൂസ് ഓഫ് ഇന്ത്യൻ പ്രോഡക്ട്സ്. അടുത്തത് ഓർഗനൈസ്ഡ് ദ മാർച്ചസ് ആൻഡ് പബ്ലിക് മീറ്റിംഗ്സ് അഗൈൻസ്റ്റ് ദ ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള മാർച്ചുകളും പിന്നെ പബ്ലിക് മീറ്റിംഗ്സും പൊതു മീറ്റിങ്ങുകളും ഒക്കെ ഓർഗനൈസ് ചെയ്തു. ഓർഗനൈസ്ഡ് മാർച്ചസ് ഓർഗനൈസ് ചെയ്തു. ആൻഡ് പബ്ലിക് മീറ്റിംഗ്സ് അല്ലെങ്കിൽ പൊതു മീറ്റിങ്ങുകൾ ഓർഗനൈസ് ചെയ്തു. എന്തിനെതിരായിട്ട്? എഗൈൻസ്റ്റ് ദ ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള മാർച്ചും പബ്ലിക് മീറ്റിംഗ്സും ഒക്കെ ഓർഗനൈസ് ചെയ്തു. അപ്പോൾ ഇത്രയാണ് എങ്ങനെയൊക്കെയാണ് ബംഗാളിലെ ജനങ്ങൾ പാർട്ടീഷനെ പ്രൊട്ടസ്റ്റ് ചെയ്തത് അല്ലെങ്കിൽ പ്രതിഷേധിച്ചത്. പാർട്ടീഷനെതിരായിട്ട് പ്രതിഷേധിച്ചത് ഈ പറയുന്ന തരത്തിലൊക്കെ ആയിരുന്നു.